ഹലോ. ഇന്ന് അച്ചുട്ടിക്ക് ശനിയാഴ്ച ആയ കാരണം ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ 9 മണി വരെ ഞാൻ കിടന്നുറങ്ങിയിട്ടാ. അച്ചുട്ടി ഇപ്പോഴും എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഞാൻ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എന്താ ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴേ പെട്ടെന്ന് തോന്നി ഇന്ന് ഗോതമ്പിൻ്റെ ദോശയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. ഗോതമ്പിൻ്റെ ദോശയും തക്കാളി ചമ്മന്തിയും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് നമ്മുടെ ഈ ദോശക്കല്ലിന് ഭയങ്കര വിരോധമാണ് കേട്ടോ. നമ്മളടുത്ത് ദോശയൊക്കെ ഉണ്ടാക്കിയാൽ തീരെ കിട്ടുന്നില്ല, ആകെ കീറി പറഞ്ഞിട്ടൊക്കെയാണ് കിട്ടുക. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. തിരിച്ചു വരുമ്പോൾ കുറച്ച് കൂടുതൽ തക്കാളിയും പിന്നെ പയറും പിന്നെ നല്ല ചള്ള് വെണ്ടയ്ക്ക കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അച്ചുവിന് ഈ വെണ്ടയ്ക്ക നന്നായിട്ട് വറുത്ത് മുരിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ചായയും കടിയൊക്കെ ആയപ്പോഴേ ഞാൻ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അച്ചുവിനെ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. അവൻ ഇന്നലെ വൈഫൈ ഒന്ന് ഓഫ് ആക്കാണ്ട് കുറേ നേരം മൊബൈലിലൊക്കെ കളിച്ചിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവനെ ഉച്ചയ്ക്ക് നോക്കിയാൽ മതി. വല്ലപ്പോഴും ഈ ഗോതമ്പിൻ്റെ ദോശയും തക്കാളി ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. തിന്നുമ്പോഴും എന്തിനാ ഈ മുടി ഇങ്ങനെ തലോടുന്നതെന്ന് ചോദിച്ചാലേ, നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്ട് ആയി പോകുന്നതാണ് കേട്ടോ. അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. എൻ്റെ ചില വീഡിയോസൊക്കെ കാണുമ്പോഴേ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ ഏത് നേരം മുടിയുമ്പോൾ കളിച്ചുകൊണ്ടാണെന്ന്. ഇനിയിപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറ് വെക്കാനും കറി വെക്കാനും പിന്നെ തുണി കഴുകിയിടാനും ഒക്കെ ഉണ്ട് കേട്ടോ. ചായ കുടി കഴിഞ്ഞപ്പോഴേ വേഗം അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് റേഷൻ കടയിലത്തെ അരിയാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്നൊക്കെ ആയി കിട്ടുമല്ലോ. പിന്നെ അച്ഛൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് സോപ്പും വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി വെക്കാനായിട്ടേ പരിപ്പും പിന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ് കേട്ടോ. സവോളയും വെണ്ടയ്ക്കയും നന്നായിട്ട് വഴറ്റിയെടുക്കുക, അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കുക, കുറച്ച് സാമ്പാർ പൊടിയും കായം പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ സെറ്റ്. പിന്നെ തിരുമ്പാനുള്ള തുണികളൊക്കെ എടുത്തിട്ടേ കല്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രമേ നമ്മൾ ഈ കല്ലിൻ്റെ അവിടെ നിന്ന് തിരുമ്പാനുള്ളൊരു മൂടൊക്കെ വരുള്ളൂ. അല്ലാത്ത സമയമൊക്കെ നമ്മൾ മെഷീനിൽ തന്നെ ഇടുക കേട്ടോ. അപ്പോഴേക്കും അച്ചി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണുണ്ട്, അപ്പോൾ വേഗം ഓടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മുകളിലെ തുണികൾ തോരയിടാൻ വന്നപ്പോഴേ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ വേഗം തുണികളൊക്കെ തോരയിട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തളിർത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണികൾ ഏകദേശം ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ പയറുപ്പേരുണ്ട്, പിന്നെ നമ്മൾ പരിപ്പിടാത്തൊരു സാമ്പാറുണ്ട്, പിന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് മുരിച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.